ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നവവത്സര ആശംസകൾ. 2024 അവസാനിക്കാറായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, വലിയ മാത്തമാറ്റീഷ്യനാണ്, TN രാമചന്ദ്രൻ, ഞങ്ങളൊന്നിച്ച് പ്രീഡിഗ്രിക്ക് പഠിച്ചിരുന്നതാണ്. അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. 2 ക്യൂബ് + 3 ക്യൂബ് അങ്ങനെ +9 ക്യൂബ് വരെ ഈക്വൽ ടു 2024. അപ്പോൾ എന്നോടുള്ള ചോദ്യം ഇതായിരുന്നു: 2025 ആവുമ്പോൾ ഇതെങ്ങനെ എഴുതാം? അപ്പോൾ അതിൻ്റെ ഉത്തരം 1 ക്യൂബ് + 2 ക്യൂബ് അങ്ങനെ 9 ക്യൂബ് ഈക്വൽ ടു 2025. ഒന്നാം തീയതി തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നത് അങ്ങനെയാണ്: 2025ൻ്റെ ആശംസകൾ. അങ്ങനെ ആശംസ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. ഈ പോയ വർഷം കുറേ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നു. അതൊക്കെ എപ്പിസോഡാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ സാധിച്ചില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ 20 ഗോവയിൽ വെച്ച് നടന്ന അയൺമാൻ കോമ്പറ്റീഷനെ കുറിച്ചാണ്. ഈ അയൺമാൻ 70.3 ഗോവ ഒക്ടോബർ 20 നടക്കുന്നു എന്ന് അറിഞ്ഞില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞു കേട്ടതല്ലാണ്ട് ആരാണ് ഈ അയൺമാൻ എന്ന് എനിക്ക് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത്, ഞങ്ങളൊന്നിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്ന നന്ദകുമാർ മാരാരുടെ മകൻ ഡോക്ടർ സച്ചിൻ നന്ദകുമാർ, അദ്ദേഹം ഗോവയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്, അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ നന്ദനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും പോകണം, ഇത് കാണണം എന്ന് പറഞ്ഞ് നന്ദനും ഭാര്യ ഉമ്മയും ഞാനും കൂടെ അത് പങ്കെടുക്കുകയല്ല, അത് കാണുന്നതിന് വേണ്ടി ഗോവയിൽ പോയി. അപ്പോൾ ഈ അയൺമാൻ 70.3 എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആദ്യം വലിയ പിടികിട്ടിയിരുന്നില്ല. ട്രയാത്ലോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒളിമ്പിക് ഇവൻ്റാണ്, സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഓട്ടവും ഒക്കെ അടങ്ങിയതാണെന്നുള്ളത്. അപ്പോൾ ഈ 70.3 എന്ന് ഉദ്ദേശിക്കുന്നത് ആകെ ദൂരം, കവർ ചെയ്യുന്ന ദൂരം, സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഓട്ടവും കൂടി കവർ ചെയ്യുന്ന ദൂരം മൈലിൽ പറയുന്നതാണ് 70.3. അത് നമ്മൾ കിലോമീറ്ററിൽ പറഞ്ഞാൽ 1.9 കിലോമീറ്റേഴ്സ് സ്വിമ്മിങ് പൂളിലൊന്നുമല്ല, കടലിലാണ് സ്വിമ്മിങ്. അത് കഴിഞ്ഞാൽ 90 കിലോമീറ്റർ സൈക്ലിംഗ്, അത് കഴിഞ്ഞ് 21.1 കിലോമീറ്റർ ഓട്ടം. ഈ 21.1 സൂചിപ്പിക്കുന്നത് മാരത്തോണിൻ്റെ പകുതിയാണ്. 42.2 കിലോമീറ്ററിൻ്റെ പകുതി 21.1. ഇനി ഇതിൻ്റെ 70.3ൻ്റെ 1 പോലെ തന്നെ 140.6 കോമ്പറ്റീഷൻ ഉണ്ട് അയൺമാൻ. അത് ഇതിൻ്റെയൊക്കെ ഇരട്ടി. അതിലാണ് ശരിക്കുള്ള മാരത്തോൺ ദൂരം. 42.2 ഓട്ടം, 150 കിലോമീറ്റർ സൈക്ലിംഗ്, 3.8 സ്വിമ്മിങ്. അപ്പം അങ്ങനെ 2 ദിവസം മുമ്പേ അവിടെ ചെന്നു, അതിൻ്റെ വെന്യൂ ഒക്കെ പോയി കണ്ടു. അപ്പോൾ മീരാമാർ ബീച്ചിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാവിലെ തന്നെ ലിയാൻഡർ പെയ്സ് ആയിരുന്നു അത് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നത്. സമ്മാനദാനത്തിനും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അന്ന് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ തന്നെ ഒരു നാട്ടുകാരനും സുഹൃത്തുമായ തോമസ് ചേട്ടൻ്റെ മകൻ ഏബിൾ തോമസ് ആണ് ഞങ്ങളെ കൊണ്ട് നടന്ന് ഇതൊക്കെ കാണിച്ചു. അപ്പോൾ മീരാമാർ ബീച്ചിൽ നിന്ന് തുടക്കം ഒരു 2000-ഓളം പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ 1.9 കിലോമീറ്റർ സ്വിമ്മിങ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഈ കുറേ ആൾക്കാർ പിന്നെ വിനാഗിരി അന്വേഷിക്കുന്നു. എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. കുറേ മദാമ്മമാരൊക്കെയുണ്ട്, പല പ്രായത്തിലുള്ള. ഇത് നടക്കുന്നത് മുഴുവൻ പല ഏജ് ഗ്രൂപ്പിലും പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന കോമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ ഈ എന്താണ് ഈ പിന്നെ വിനാഗിരി അന്വേഷിക്കുന്നത് നോക്കിയപ്പോഴാണ് പലരും ഈ ജെല്ലി ഫിഷ് വന്ന് ആക്രമിക്കും. അത്ര കടലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ജെല്ലി ഫിഷ് വന്ന് മുട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചൊറിയും. ആ ചൊറിച്ചിൽ മാറ്റാനാണ് അത്ര ഈ ചൊർക്ക ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി ഡോക്ടർ സച്ചിൻ ഏകദേശം ഈ മൊത്തം കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, മധ്യഭാഗത്തൊക്കെ ആയിട്ട് സ്വിമ്മിങ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് സൈക്കിൾ എടുത്ത് ഒരു 45 കിലോമീറ്റർ പോയി മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ
സൈക്ലിംഗ് നടക്കുന്നതും കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ഏബിളിൻ്റെ സഹായത്തോടു കൂടി വഴിയിൽ പോയി കാത്തു നിന്നു. അപ്പോൾ സൈക്കിളിൽ മടങ്ങി വന്നു. വീണ്ടും മീരാമാർ ബീച്ചിൽ നിന്ന് രാജ്ഭവനിലേക്ക് ഉള്ള ഓട്ടം. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ മുമ്പിൽ കൂടെ തന്നെ 6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അപ്പോൾ അതിനിടയ്ക്കൊക്കെ പോയി നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഓടിയൊരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിജയകരമായി സച്ചിൻ ഇത് പൂർത്തിയാക്കി. സച്ചിൻ്റെ സമയവും അതിൻ്റെ റാങ്കിങ്ങും ഒക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷപ്രദമായ, നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണുകയും ഒളിമ്പിക്സിനൊക്കെ പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഈ സ്പോർട്സ് ഈവൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ. Sachin Nandakumar! Sachin! Yay! What a proud moment for us! What a proud moment for us! എല്ലാവർക്കും നന്ദി.